തവയും പിന്നെ നമ്മൾ ചെയ്യാൻ പോണ എന്താണ് ഗ്രിൽഡും. ഈ തവയും ഗ്രിൽഡും തമ്മിൽ എന്താ വ്യത്യാസം? ചാർക്കോളിൽ ഗ്രിൽഡ് ആക്കി എടുക്കുകയാണ് ആ ചൂടില്. തവ കല്ലിൽ പൊള്ളിച്ചെടുക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ടേസ്റ്റിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും? ഡിഫറൻസ്. കോളിലാണ് ഇത്തിരി ടേസ്റ്റ് കൂടുതൽ കുറവ്, അങ്ങനെ ഊറിപ്പോവും. ആ മറ്റേ നമ്മള് ഗ്രിൽഡില് എല്ലാ അതിന്റെ ഓയിലും ബാക്കി എല്ലാം അങ്ങ് വറ്റി അങ്ങ് ഉണങ്ങിപ്പോവും. മൊത്തം നല്ലൊരു ഭാഗമാണ് കഴിക്കാൻ കിട്ടുക. മറ്റേ തവയില് പിടിക്കും. നോക്കിയിട്ടാണ്. അതായത് നമ്മൾ മലയാളികൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ എന്തായാലും കഴിക്കും. ഇങ്ങനെ ഇതിവിടെ പെരട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ വൈകിട്ടത്തേക്കുള്ള കുബൂസും ബാക്കി എല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ കൊടുക്കുന്നത്? തന്തൂരി, അൽഫാം, ഗ്രിൽ, ഇങ്ങനത്തെ ഐറ്റംസ്. അറബിക് ഡിഷസ് ആണ് കൂടുതലും. ഔട്ട്സൈഡ് അറബിക് ഡിഷസ് ആണല്ലോ കൂടുതൽ. അപ്പൊ നമ്മളത് പെരട്ടി ഇപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. നല്ല മഴക്കാറ്, ഇപ്പൊ തന്നെ മഴ പെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ്. നമ്മൾ അറബിക് മസാലയാണ് പറയാൻ പോകുന്നത്. ആ ഒരു ചൂടും തണുപ്പും ചൂടും കൂടി പെസകളും. നമ്മൾ അറബിക് മസാല തൈര് ഒഴിച്ചത് അത് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇത് ഗ്രിൽഡിനല്ലേ? ഗ്രിൽഡിനാണ്. ഗ്രിൽ ചെയ്യാൻ വേണ്ടി അറബിക് മസാല തന്നെ തവ ഫ്രൈയും കൊടുക്കുന്നുണ്ട്. ഈ മസാലയിൽ തന്നെ തവ ഫ്രൈ കൊടുക്കുന്നുണ്ട്. കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കി. പിന്നെ ഇവിടെയുള്ള ഫിഷുകളെല്ലാം മുളകിട്ടിട്ടുള്ളതും പൊള്ളിച്ചിട്ടുള്ളതും അതിൻ്റെ പൊള്ളിച്ച് കൊടുക്കുന്നുണ്ട്, മുളകിട്ട് കൊടുക്കുന്നുണ്ട്. ഫിഷെല്ലാം വെച്ചേക്കാണ്. ഇതിപ്പോ നമ്മൾ എന്തിന്റെ ഒപ്പാണ് കഴിക്കാൻ കൊടുക്കുക? ഇതിൽ കൂടുതൽ കുബൂസ്, മയണൈസ്, ഈ ഗ്രില്ലൊക്കെ ആകുമ്പോൾ കുബൂസ്, മയണൈസ്, ഗ്രിൽഡ്. ഇനി അതല്ല പൊറോട്ട അങ്ങനെ എന്തെങ്കിലും, അതിലും ടേസ്റ്റാണ്. അത് മയണൈസ് അല്ല, അതിലൂടെ ഫിഷിന്റെ ഗ്രേവിയാണ് വരും. ഫിഷിന്റെ ഗ്രേവി. പൊറോട്ടയ്ക്കൊപ്പം ഫിഷിന്റെ ഗ്രേവിയും കുബൂസ് ആകുമ്പോൾ മയണൈസും വരും. അപ്പോൾ നമ്മൾ കേരള മസാലയിൽ എന്താണ് കൊടുക്കുക? കേരള മസാല വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിന് മുളകിട്ട ഗ്രേവി കൊടുക്കുന്നുണ്ട്. മുളകിട്ട ഗ്രേവി, മീനിന്റെ നല്ല എരിവൊക്കെ ആയിട്ട് മുളകിട്ട ഗ്രേവിയും പത്തിരി സെർവ് ചെയ്യുന്നുണ്ട്. പത്തിരി, പുട്ട് അങ്ങനെയുള്ള അപ്പം കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനോ റൈസ്. കേരള റൈസ് ടൈം മാത്രമേ ഉള്ളൂ. ഈവനിങ് ടൈമിൽ ഇങ്ങനത്തെ പത്തിരി, ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും മസാല പറ്റിയിട്ടുണ്ട്. ഇത് കേരള സ്റ്റൈലാണ്, നല്ല എരിവുള്ളത്. ഇത് കേരള സ്റ്റൈല്. ഇനി അടുത്ത നമ്മുടെ അറബിക് സ്റ്റൈൽ, തൈരൊക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇത് ഗ്രില്ലിനുള്ളത്, ഇത് നമ്മൾ തവയ്ക്കുള്ളത്. അല്ലേ? അപ്പോൾ ഇത് രണ്ടും സെറ്റ് ചെയ്യാൻ ഇത് എത്രയെങ്കിലും നേരം വെക്കണോ? നമ്മൾ വെക്കുന്തോറും ടേസ്റ്റ് ആണ് ഈ സാധനത്തിന്. വെക്കുന്തോറും ടേസ്റ്റ്. നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു കുറച്ച് നേരം നിന്ന് ചെയ്താലോ? നന്നായിട്ട് മസാല പിടിച്ചോളാം അല്ലേ? അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. ഔട്ട്സൈഡ് കിച്ചണിൽ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ അൽഫാം അല്ലേ? ഇവിടെ അൽഫാം, കോഴി അൽഫാം വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്ത് വെച്ചാണ് ഇരിക്കും? ഇത് ആക്ച്വലി അറബിക് മസാലയാണ്. അറബിക് മസാലയാണ് ഇത്. പൊക്കാലോ അല്ലേ? അൽഫാമിനുള്ള ചിക്കൻ എന്തൊക്കെയാണ് അത് അറബിക് മസാലയിൽ? അറബിക് മസാല അതിൽ യൂസ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തൈരിന്റെ ഗ്രേവിയിലാണ് ഇത് വരുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തൈരിന്റെ ഗ്രേവിയും മസാല അടിച്ചിട്ട് അത് മേക്ക് ചെയ്യണത്. പിന്നെ ഇത് റെഡ് ഗ്രേവിയും കൊടുക്കുന്നുണ്ട്, സ്പൈസി ആയിട്ടും കൊടുക്കുന്നുണ്ട്. അത് ആൾക്കാർ വരുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിന് ചോദിക്കുമ്പോഴാണോ? പിന്നെ പാർട്ടി ഓർഡർ അവർ പറയുമ്പോൾ അതിനനുസരിച്ച് അവർ സ്പൈസി വേണ്ടിയെന്ന് വെച്ചാൽ അതിന് കസ്റ്റമേഴ്സ് പറയും. ചെറിയ കസ്റ്റമേഴ്സൊക്കെ നമ്മൾ വിളിച്ച് മുൻകൂട്ടി പറയും ഇന്നപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കോളിലാണ് ഫുൾ. എത്ര നേരം വെക്കണം നമ്മൾ? ഇതൊരു 20 മിനിറ്റ്സ് വെക്കണം. ഒരു ഏകദേശം ഫ്രൈ ആവണം. ഏകദേശം ഫ്രൈ. ഇങ്ങോ ഞാൻ കാണിച്ചത് ഇതിൽ നിന്നുള്ള നമ്മുടെ ഓയിൽ അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ആ ഒരു ഫ്ലെയിം പെട്ടെന്ന് വരും. ശരിക്കും ഓയിൽ അങ്ങ് ഊറിപ്പോകുന്ന കൂടുതൽ ഉള്ളിൽ മസാല ഇറങ്ങി പിടിക്കാൻ. ഇപ്പൊ ഈ മേലെ കൊടുത്തുള്ള ടോപ്പിൽ കൊടുത്തുള്ള മസാല അതൊന്നും കൂടി അതിന്റെ ഉള്ളിലൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി കുത്തി കൊടുക്കുന്നല്ലേ? എല്ലാ മീറ്റും എല്ലാ ഭാഗത്തും നല്ല മസാല കയറും. ഇപ്പൊ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടോണ്ട് ഹാഫ് ആയിട്ടുള്ളൂ, അങ്ങനെ ഇറങ്ങി പോകുന്നു ശരിക്കും. ഇത് ഓൾറെഡി എന്താണ് ഹാമറായിട്ട് സ്മാഷ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇത് ഓൾറെഡി നമ്മുടെ കോഴി നന്നായിട്ട് എന്താണ് നമ്മുടെ ചുറ്റി കൊണ്ട് അടിച്ച്, മറ്റേ ചുറ്റിയല്ല മരച്ചുറ്റിക്ക,
കിച്ചൺ ചുറ്റിയുണ്ട്, സോറി കിച്ചൺ ചുറ്റിയുണ്ട്. അപ്പൊ അത് ഇട്ടിട്ട് അടിച്ചിട്ടാണ് ഇങ്ങനെ പരത്തി വെക്കുന്നത്. നിങ്ങൾ തിരിച്ചു മറിച്ചുകൊണ്ടിരിക്കുമല്ലേ? ഇത് ഒരേ ടൈമിൽ വെക്കൂല, ഇത് തിരിച്ചു മറിച്ചും ഒരേ വേവ് കൊടുക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അപ്പുറത്ത് നമ്മുടെ തന്തൂരല്ലേ, നമ്മുടെ തന്തൂർ അടുപ്പിൽ നമ്മുടെ കോഴിക്കാലുകളും കോഴി ചങ്കുകളും എല്ലാം കൂടി ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ മസാല എങ്ങനെയാ? നമ്മുടെ സെയിം കേരള മസാല അല്ല, ഇത് തന്തൂര് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള തന്തൂരി മസാലയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇവിടെ കൊടുക്കുന്നത്. തന്തൂര് ശരിക്കും ബോംബെ സ്റ്റൈലാണ്. ഓക്കെ. നല്ല കനലിൽ അങ്ങിരുന്ന് മൊത്തം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ വേറെ മസാലക്കുള്ള ഇതൊക്കെ എന്തിനുള്ളത്? ഇതെല്ലാം റൊട്ടി അടിച്ചു കൊടുക്കാനുള്ള റൊട്ടിക്കുള്ളതാണല്ലേ? ബട്ടർ കാര്യങ്ങളൊക്കെ, ഗാർലിക് ബട്ടർ, മറ്റേ ഇത് ഫ്ലോർ, എന്ത് ഫ്ലോർ? മൈദയാണ്. മൈദ, പുതിന, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമ്മുടെ റൊട്ടിയൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മീൻ ഇനി കുറച്ചു നേരം കൂടി ഇരിക്കണോ? ഇല്ല, നമുക്ക് മീൻ എടുക്കാല്ലേ? അപ്പൊ നമുക്ക് മീൻ അങ്ങ് എടുത്തേക്കാം. അപ്പൊ നമ്മുടെ മീൻ നമ്മളത് അറബിക് മസാല ഇട്ട ഫിഷ് ഈ ഗ്രില്ലറിനുള്ളിൽ വെച്ചിട്ട് വെച്ചിട്ട് ഇത് അറബിക് മസാല ഉള്ള ഫിഷ് നമ്മുടെ ഗ്രില്ലറിന് വെക്കുകയാണ്. അടയ്ക്കും. അമക്കാലോ അല്ലേ? അമുക്കി, സോറി, കൊളുത്തിടണം, ലോക്കിട്ട് നമ്മളത് കനലിൽ കയറ്റാനുള്ള സംവിധാനം ചെയ്യണം. ഓക്കെ. ഇതിപ്പോ നമ്മൾ കനലിലോട്ട് കയറ്റാൻ പോവാണ്. ഈ ഫിഷ് കനലിൽ വെക്കണം. അപ്പൊ ഫുൾ കനലിലോട്ട് അങ്ങ് എടുത്ത് വെക്കാൻ പോവാണ്. കനൽ കാണിച്ചു തന്നാൽ ഞാൻ വെച്ചോളാം. ഓക്കെ, നമുക്ക് ഇതുകൂടി എടുക്കാം. ഇതുകൂടെ അങ്ങനെ എടുക്കാം, ഒരുമിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇത് കനലിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കോളിൻ്റെ ആ ഒരു ചൂട് വെച്ച് നിൽക്കുകയാണ്. ഞാൻ ഇത് അങ്ങോട്ട് എടുത്ത് ഞാൻ വെക്കാൻ പോവാണ്. ഇത് ഇങ്ങനെ രണ്ടിലും കൂടാണോ? അങ്ങനെ ചൂടുണ്ടാവും, നല്ല ചൂടുണ്ട്. ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതിന് സാവധാനമായിട്ട് കിടന്നാവും. ഇനി അടുത്ത് നമുക്ക് അടുത്ത് തവ ഫ്രൈ ആണ്. തവ ഇങ്ങോട്ടാ വരിക. ഇതറിയില്ല. നല്ല മഴ വരുന്നുണ്ട്. നല്ല ലൈറ്റൊക്കെ ഡിമ്മായി. ഏകദേശം വൈകുന്നേരം പോലും ആയിട്ടില്ല. ഇല്ല. അപ്പോഴത്തേക്കും നല്ല മഴ വരുന്നുണ്ട്. നല്ലതാണ്, നല്ല തണുപ്പുണ്ടാവില്ലേ? ഒപ്പം ചൂട് തവയും ചൂട് ഗ്രില്ലും എല്ലാം കൂടി അന്തരീക്ഷം കൂടി ആയാലും ഒളിച്ച് നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്ത് കഴിക്കുന്ന പോലെ ആ ഒരു ഫീൽ ആണ്. ഇതിനകത്ത് നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കുമല്ലേ? ഇതിൽ ജസ്റ്റ് ഓയിൽ കൊടുക്കും. ഇത് എത്ര നേരം പിടിക്കും? ഓയിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നത് ആണ്. എത്ര നേരം പിടിക്കും? 10 മിനിറ്റ്സ് ആണ് ഇതിന്റെ ഫ്രൈ ടൈം. വൺ സൈഡോ ടു സൈഡോ? ടു സൈഡ് 10 മിനിറ്റ്സ് ആണ്. ഇങ്ങനെ പതുക്കെ എടുത്ത് തിരിച്ചു കൊടുക്കും. ആഹാ, നമുക്ക് വെന്തത് എണ്ണ തെറിക്കും, അധികം കൈ വെക്കരുത്. വെന്തതുപോലെ ശരിക്കും വെന്തുണ്ട്. കണ്ട ആ ഒരു വൈറ്റായി. അപ്പം എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. എടുത്താ നന്നായിട്ട് മുരിഞ്ഞിട്ടും പോകുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഗ്രിൽ സ്പൈസി കൂട്ടി കൊടുക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്. പലതരം കസ്റ്റമറാണ് വരുന്നത്. പല ആൾക്കാരും പല രീതിയിൽ വരുന്ന ആൾക്കാരും സ്പൈസി വേണമെന്ന് പറയുന്നവരുണ്ടല്ലോ. ഓരോരുത്തരുടെ ആവശ്യമാണ്. നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമായതുകൊണ്ട് കസ്റ്റമർ എന്ത് ടേസ്റ്റാ പറയണം അതുപോലെ ഉണ്ടാക്കി. നല്ല കാറ്റ്, ഈ കാറ്റത്ത് ഈ മണമൊക്കെ കൂടി മുഖത്തോട്ട് അങ്ങനെ അടിക്കുകയാണ്. അപ്പം ചെറിയ ആ ഒരു തരി മറ്റേ നമ്മുടെ തീയൊക്കെ മേത്ത് വന്ന് വീഴുന്നുണ്ട്. അത് വലിയ കാര്യമൊക്കെ ആണല്ല. ഇടിമിന്നുന്നുണ്ട്. ഇതിപ്പോ എത്ര നേരം പിടിക്കും? ഇതും 10 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ്സ് ആണ്. ഇത് മറിച്ചില്ലേ? ഇപ്പൊ നമ്മൾ മറിച്ചില്ല. ഒരു പ്രാവശ്യം മറിച്ചിട്ടുണ്ട്.